എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് എല്ലാവരുടെയും നോമ്പിന്റെ വിശേഷങ്ങളും വെയിലൊക്കെ എങ്ങനെയുണ്ട് നാട്ടിൽ വെച്ചെങ്കിൽ എല്ലാവരും പറയാ. കാരണം നമുക്ക് ഇവിടെ ഭയങ്കര വെയിലാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവാണ്, അത്രയും വെയിലാണ്. അപ്പൊ സന എന്താ ഇവിടെ ചോദിച്ചാല് മിയാസിനെ കാണാനല്ല, സന മാത്രം ഉണ്ടാവും വിചാരിക്കും. മിയാസ് സ്കൂളിലാണ്. സനാക്ക് സ്കൂൾ ഉണ്ടായിരുന്നു, ഹാഫ് ഡേ പോയിട്ട് ഹാഫ് ഡേ വന്നിക്കണു. കാരണം എല്ലാവർക്കും ഇപ്പോൾ 10th എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഹാഫ് ഡേക്ക് മേലെ പോവും, ഒരു ദിവസം ഹാഫ് ഡേ ആണ്. മിയാസിന് ഫുൾ ഡേ ഉണ്ട്. കാരണം മിയാസിന്റെ സ്കൂൾ സെപ്പറേറ്റ് ആയത് കാരണം കൊണ്ട് അവനക്ക് എപ്പോഴും ഫുൾ ഡേ ആണ്. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇത്രയും ഈത്തപ്പഴം വെച്ചിട്ട് ഇവിടെ മുമ്പിൽ ഇരിക്കണമെന്ന് എന്തായാലും വിചാരിക്കും. ഈത്തപ്പഴം എന്തിനാണെന്ന് ചോദിച്ചാല് ഇതൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴത്തിന് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സാധനം അറിയണമെങ്കിൽ എല്ലാവരും വീഡിയോ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ എന്താ ഉണ്ടാക്കണമെന്ന് അറിയാം. അപ്പൊ എല്ലാവരും വരി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എന്താ സാധനം ഉണ്ടാക്കാൻ പോണതിന് ഞാൻ പറയാം. അത് അതിന് മുമ്പായിട്ട് ഈത്തപ്പഴം ഉണ്ട്, പക്ഷെ ആ സ്പെഷ്യൽ സാധനത്തിൽ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്നാലും ഫസ്റ്റ് നമുക്ക് ഈത്തപ്പഴത്തിൽ നിന്ന് തുടങ്ങാം. കുറച്ച് പണിയുള്ള സാധനങ്ങളെ വേഗം പണിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം കുറേ ഉണ്ട് വീട്ടിൽ. അപ്പോൾ പിന്നെ എന്നെ അത് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്പെഷ്യൽ സാധനം ഉണ്ടാക്കില്ല. അതിൽ കൂടെ ഇട്ടിട്ട് ചില കുട്ടികളൊന്നും ഈത്തപ്പഴം കഴിക്കില്ല. അപ്പോൾ അത് കൂടെ ഇടുമ്പോൾ അത് കൂടെ വയറ്റിൽ കൂടെ 1-2 അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ അതിനാണ് ഇത്. ആദ്യം ഇതിൻ്റെ കുരുവൊക്കെ കളയണം. ഇതിൽ എത്ര 1 കിലോ ഈത്തപ്പഴം എടുക്കുക? 1 കിലോ എടുക്കുക, 100 എടുക്കാം. 1 കിലോ ഈത്തപ്പഴം. എല്ലാവരും വിചാരിക്കണം ഈത്തപ്പഴം കൊണ്ട് ലേഖ അവള് നല്ല ദിവസമാണ് ഒരു നാளைக்கு 1 சாப்பிடுறது. சரியா? நான் முந்திரி தான் ஃப்ரிட்ஜ்ல இருந்து எடுத்து சாப்பிடுறேன். முந்திரி இவ்வளோ வந்துச்சா, இவ்வளோ ஆக்கிட்டேன். അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ റവ കേസരിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും 4 പേർക്ക് എന്തിനാണ് ഇത്രയും തോന്നെ റവ എന്ന്. അതൊരു വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ വേറൊരു ഇതിൽ കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കുന്നത് തനിயாக എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് അപ്പോൾ റെസിപ്പി ചോദിക്കുമല്ലോ, അത് കാരണം കൊണ്ടാണ്. പിന്നെ അതിന് വെള്ളം വേണം. വെള്ളം ഇപ്പോൾ ഒരു കണക്കിന് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു പാത്രത്തിൽ ഇന്നൊരു പാത്രം കൂടി പാരണം. പിന്നെ ഈത്തപ്പഴം, പിന്നെ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഓരോന്നോരോന്ന് ഉണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വലിയ അടുപ്പിൽ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം ഗ്യാസിന് ഭയങ്കര ക്ഷാമമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരും ഉണ്ടാക്കുമൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കേണ്ട ഇത് കാരണം കൊണ്ട് ഇതാണ്. ഞാൻ ഇന്നലെ ഗ്യാസ് വാങ്ങി. ഗ്യാസിന് എന്തായിരുന്നു വില എന്നറിയോ? 1000 രൂപ കൊടുത്ത് എനിക്ക് 10 രൂപ എന്നുള്ള ബാലൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് പിന്നെ 2 ഗ്യാസ് കുറ്റിയുണ്ട്. ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് വേഗം ബുക്ക് ചെയ്യും. നാട്ടിൽ കുറേ പേർക്ക് ഗ്യാസ് ഒന്നും കിട്ടണില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ട് 3-ാമൊക്കെ കിട്ടിയ ശരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് കിട്ടുന്നതാണ്. ഇപ്രാവശ്യം 3 ആയിക്കോളും നല്ല കാലം കിട്ടിയത്. അതുപോലെ പെട്രോള്. അപ്പൊ എല്ലാരും ഗ്യാസും പെട്രോളും എത്ര ദിവസം ഉണ്ട് ഇനി? 20 നാളേക്ക് ഒരു 20 ദിവസം കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും പെട്രോളും ഗ്യാസും എല്ലാവരും സേഫ്റ്റി ആയിട്ട് വെച്ചോളി. കാരണം അടുപ്പുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും അടുപ്പുണ്ടെങ്കിലും ഗ്യാസ് വേണം. കാരണം അർജന്റിന് ഗ്യാസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഒരു 5-6 നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പഴയമാതിരി മക്കളെ സ്കൂളിൽ പോകണത് അത് ഇതൊക്കെ. അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകിയാൽ എന്ത് വേണം? ഗ്യാസ് വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്രോളും ഇതേമാതിരി പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ 1 ലിറ്റർ അടിക്കുക, അങ്ങോട്ട് പോകുമ്പോൾ 1 ലിറ്റർ അടിക്കുക. അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ കാലമായി വെക്കുമ്പോൾ പഴയ വീട്ടിൽ ബിരിയാണി വെക്കുമ്പോൾ ഓടുന്നു. ഇപ്രാവശ്യം നമ്മുടെ ബിരിയാണി പാത്രം ഏതാണെന്നറിയോ? ഇതാണ്. ഈ ഒരു ഇതിലുള്ള തിന്നാളെ ആൾക്കാരുള്ളൂ ബിരിയാണി. അപ്പം നമ്മുടെ ചട്ടി ചെയ്ത് പകുതി വെള്ളം പറഞ്ഞാൽ മതി. കാരണം പഞ്ചസാര കൊടുക്കുമ്പോഴേ പൊന്തി വരും. നേരല്ല, അത് കാരണം കൊണ്ട് സ്പീഡാക്കാം. കുറേ കുറി അടുപ്പെടുത്തിട്ട് சமைச்சே குறைய ஆயிடுச்சு. சமைச்சிட்டு குறைய ஆயிடுச்சு. രാത്രി ഗ്യാസ് നെഞ്ചുകൊണ്ട് വിളിക്കുന്നവർക്ക് ഗ്യാസിന്റെ വില കേട്ടാലും ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായി ആളി കത്തുന്നുണ്ട്. പക്ഷെ അത് വേറെ மேட் சூடாதா? ஸ்மெல் வருது அடியில் கை. വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ കടിച്ചാലേ ഇതാവും.
ബാഹുബലി വരുന്ന സാധനം ബാഹുബലി എല്ലാവർക്കും ബിരിയാണി സമയത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കറി പറ്റിയത്. അപ്പോൾ നമ്മൾ മഞ്ഞ കളർ കേസരി ഉണ്ടാക്കുന്നത് ചുവപ്പ് വേണ്ട പൈനാപ്പിൾ എസൻസ് ഒക്കെ വാങ്ങിയിട്ട് കളർ ഉണ്ടാവും. പൊട്ടലക്ക് സമയം നമുക്ക് പൈനാപ്പിൾ എസൻസ് വാങ്ങുന്നു. അത് നമുക്ക് എന്താ പാല് ജ്യൂസ് നടിച്ചിട്ട് കുറച്ചുകൂടെ നക്കി போதும் போதும். சின்ன கரண்டி எடுத்துக்கோ. சரி சின்னதாக எடுத்துக்கோ. நல்லா மனம் இருந்தா எனக்காக ഇപ്പൊ കേസരി ഉണ്ടാക്കുന്ന മണം എല്ലാം പോകുമ്പോയിട്ട് വാസന തട്ടി വെച്ചിട്ട് വരുന്നുണ്ട്. കളച്ചാലും നമുക്ക് നമ്മുടെ നല്ലതാണ്. என்ன சவுண்டு? சக்கரை போடல. சக்கரை பொடியாக்கி போடுங்க. சக்கரை நீ பேசாம தண்ணியிலே பாவ மாதிரி கலச்சி ஊற்றிருக்கலாம். சீர்னி அடிப்படி போது வாட்டாக்கன்னு அடி பிடித்தால் மடி பிடிக்கும். மடி பிடித்தால் அடி பிடிக்கும். கிண்டுறதுக்கு தான் கஷ்டம். கையில் அடிபட்டுருக்கு. கை இருக்கு அங்க அடி பிடிக்காது. இன்னும் பார்த்தா ரெண்டுமே வேடிக்கை பார்த்து நின்றுட்டு யம் யம் யம். நாங்களாம் நோம்பு எங்களால் முடியாது. அப்போ நான் மாத்திரம் தான் ஸ்டீல் பாடி இல்லை தானா? ஆ எத்தனை கிலோ சக்கரை? 2 கிலோவா? 2 கிலோக்கு 1 கிலோக்கு என்ன சம்மதம்? கீழே கீழே போட்டுறாதா? கீழே மேலே வச்சு பிரி. நீ இப்போ நீ பிரிச்சாவே கீழே போட்டு அம்மா அப்படின்ட்டுவா. இல்ல எதுவுமே கையில் நிற்காது. அது அம்மாவோட டயலாக் ஞாபகம் இருக்கா? ஆஹா குண்டா பத்தலையோ? குண்டா பத்தலையாவா? எடுக்கும்போது ஒழுங்காக குண்டா எடுக்கிறது விட்டுட்டு பத்தலையாவா? கிண்டது கஷ்டமா இருக்கு. அம்மா கொஞ்சம் பெரிய குண்டா எடுத்துருக்கணும். நீ இப்போ ஒன்றும் பண்ண முடியாது. எல்லாம் கீழே போட்டு மேலே போட்டு சமைச்சு தின்னுங்க. உருகுனா சரியா போயிடும். வந்தா இப்படி வருது. கிட்ட பாக்கட்டா? குதிக்குது பாரு. அப்படியே இடம் பார்த்தா கொதிக்குதா? குதிக்குது பாருண்ணா. கொதிக்குதாவா? கொதிக்கிறதுக்கு என்ன உயிர் இருக்கா? தெரியுதா பாரு. சம்பா வருது இடம் பார்த்தாமா. மூவா அறிவாளி. 5 minutes கழித்து നമ്മൾ നെയ്യ് ഇതുവരെക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മണത്തിന് ആദ്യമായിട്ട് കുറച്ച് നെയ്യ് ഇട്ടാലാണ് കേസരിക്ക് കേസരിയുടെ ഒരു മണം ഉണ്ടാവുക. നെയ്യൊക്കെ എന്താ ഉരുകിയിട്ടുള്ളത്? ജ്യൂസ് മതിയായിരുന്നു. நெய் ஜூஸ் உனக்கு தரேன். கரண்டி உள்ள போகுது. உருகுதுன்னு அர்த்தம். சக்கரை உருகுது. ஐயோ மேல என்ன சொன்னா? சாம்பிள் இல்லையா அங்க? இதுமா சாம்பிள் கிடையாது. பாத்திரத்தையே உட்காந்துருக்கா. இல்ல இங்க பாருட்டா. சும்மா நினச்சிட்டோம் எப்போ வேகுது, எப்போ நம்ம நூறு திறக்கிறது. ഞാൻ എപ്പോഴും ഇല്ലേ ഇതേമാതിരി മഞ്ഞ കേസരി ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ വാങ്ങി അതിന് മിക്സിയിൽ അടിച്ചിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കല്. ഇപ്രാവശ്യം പൈനാപ്പിളിന് അലാക്കിൻ്റെ വിലയാണ്. അപ്പോൾ പൈനാപ്പിൾ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? പൈനാപ്പിളോടെ എസൻസ് വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. പൈനാപ്പിൾ എസൻസ് ഊട്ടുന്ന ആര് കിണ്ടു? ഞാനാ. ഇതേത് കൂത്തുന്നു വാസത്തുക്കാ? நீ தானே ஊத்துற, என்கிட்ட கேட்குற? നിങ്ങൾ തന്നെ കാറ്ററിംഗിനെല്ലാം പോയില്ലേ?
ஸ்மெல்லுக்கு தான். அதோட டேஸ்ட் அதுதான், எசன்ஸ் அதுதான் அது. போய் கேக்கிலெல்லாம் வேனிலா நல்ல ஸ்ட்ராபெரி. வாசம் வருது. இப்போ தான் பைனாப்பிள் வாசமே வரும். சனா குண்டா அப்பா குடிக்கணும். வாயில இருந்து எச்சும் ஐ குண்டா மட்டும் வரா பிடிச்சா ஏன் குடிக்கிறேன். நான் குடிக்கிறேன். கட்டை பிடிக்கணும். எங்க குண்டால. இங்கயா? எப்போ சமையல் கற்றுப்பேன். நீங்கள் நெய் நெய் பகுதி நெய் அதுக்கு பாத்து. இல்ல நாங்க அந்த 10th எக்ஸாம்னால 3rd இயர்க்கு போனோமா, போயிட்டு ஒரு 2 நாள் இருக்கோம். இன்னைக்கு காலையில எல்லா ஃபேனும் போட்டேன், 4 ஃபேன் இருக்கும். ஒரு எல்லா ஃபேனும் போட்டுட்டு என்னடா ஒரு கீன்னு ஒரு சத்தம் பார்த்தா, ஒரு ஃபேன் வந்து கீ 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 ஒரு சத்தம். അണ്ടിപ്പരിപ്പ് നമ്മുടെ കേരളത്തിലെ അണ്ടിപ്പരിപ്പ് ഇവിടെ മുന്തിരി ഇതടി മുന്തിരിക്കാണോ சொல்லுவீங்க அப்ப திராட்சைக்கு என்ன சொல்லுவீங்க? முந்திரிக்காണോ சொல்லுவீங்க திராட்சை. அப்போ திராட்சைக்கு மலையூர் மம்முட்டியா? போதும் 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 போதும். அதுக்கு எதாவது பத்தாதுன்னு அது பார்க்க அதிகமாக இருக்கிற மாதிரி இது. நம்ம சொல்ல முடியாது இந்த பழக்கட்டை மாதிரி எடுத்து உட்காந்துக்கோ. எது புதுசா பழக்கட்டை சம்மந்தம் எடுத்து அங்கே வச்சுருக்கு. துணி எடுத்தா அது மேலே இந்த என்ன சொன்னப்பா പൈനാപ്പിൾ വാസ് അടിക്കുന്നത്. ഇനിയിപ്പോ ഒരാൾ സ്കൂൾ വിട്ട് വരും പാரு அது வாங்க பண்ணலாம். ஆயிடுச்சா ஆயிடுச்சா மந்திரியா ஆயிடுச்சு. மதி ஓகே ஓகே டன். ஓகே இதே கடா ஊதணும். ஊதணுமா? ஆமாம். ஹாப்பி பர்த்டே டு யூ. சோப்பியோட திறமை பாரு, வடசட்டி கையிலே பிடிச்சி தூக்குவா. நான் நம்ம இதுக்கு மனுஷனா இந்த ஏதோ ஒரு ஆள் இருப்பானே ஹல்கா. நீ ஏன் சொல்லுவ பச்சை கலர்ல? அந்த ஹல்க்கு டோனி ஸ்டாக்கா ஆளெல்லாம் இருக்குமே, அதில் ஒருத்த இரும்பு மனுஷன் இருக்கான். அவன் பேர் என்ன? அவனோட பேர் എന്താ தெரியல. தெரியலையா? அது நான் அவனா நான் மட்டும் அவனா இல்லை கையில் போய் இருக்கானே. ഇപ്പൊ ഇത് കൊണ്ടാ എല്ലാതും ഈസിയാണ്. ഇത് ഗുണ്ട മാത്രമാണ് പണി. ഇപ്പൊ ആരും ഉണ്ടോ? ഇതൊക്കെ ഉണ്ടുമാ വേണമേ. சின்ன கண்டையில் கிண்ட பெருசு கிண்ட முடியாது. சின்னதில் கிண்ட சின்ன கரண்டி குட்டி கரண்டி இல்லை, இதெல்லாம் ஒட்டும். சின்ன கண்டியில் இருந்தால் ஒட்டாது. എല്ലാ കണ്ടിയിലും ഒട്ടോ. ഒരാൾ പിടിക്കണം. നല്ല കിണ്ടത്ത് കറക്റ്റാ இருக்கும். ഇത് കിണ്ടിൽ ഇത് ഇളക്കിയിട്ടില്ലെങ്കിലേ മുന്നാടി നിറയെ മുന്തിരി പോവും. നമുക്ക് ഈ നോമ്പിന് ഒരു മാസം സുഖമായിരുന്നു. അടുക്കളയിൽ കയറിയിട്ട് വൈകുന്നേരത്തെ ചപ്പാത്തി മാത്രം ചുട്ടാൽ മതിയായിരുന്നു.
ഇനിയിപ്പോ ഒരാഴ്ച പിന്നെ പഴയ മാതിരി ചോറ് കൂട്ടാന് ബിരിയാണി നെയ്ച്ചോറ് കണ്ടിട്ട് സുഖ ചാടിയായിരുന്നു 1 മാസം. ഈ ഇവിടുന്ന് കിണ്ടിയ എടുത്താൽ മതി ശരിയായിട്ട് അപ്പൊ ശരിയായിക്കോളും എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഗൈസ് നമ്മളുടെ കേസരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇത്രയും ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ ഇതിനൊരു കാരണത്തോടെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെന്താ നമ്മൾ ഇതിൽ ഇടാത്ത വെച്ചാൽ അത് നമ്മൾ അത് കുറച്ച് വലിയൊരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ആ വലിയൊരു പ്രോസസ്സ് നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുകയാണ്. അപ്പോൾ റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലത്തെ കേസരി. ഇതിലും ഇനിയും ഒരുപാട് വ്യത്യാസമായിട്ട് ഉണ്ടാക്കും. പാല് പാർന്നിട്ടൊക്കെ ഉണ്ടാക്കും. പാല് പാർന്നാൽ എന്താ സംഭവം ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു 2 ദിവസം ഇത് പുറത്ത് വെച്ചാലും ഒന്നും ആവൂല. ഇരിക്കൊരുക്ക ടേസ്റ്റ് അധികം ചെയ്യാം. പാല് പാർന്നാൽ രാവിലെ ആകുമ്പോഴത്തേനും പാല് ഓൾറെഡി കേട് വന്ന് പോണ സാധനം. അപ്പോൾ ഈ പാല് പാരുമ്പോൾ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ പാല് പാരാതിരുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത് മധുരം ഉണ്ടാവും എന്നുള്ളൊരു ഊഹത്തിലാണ്. കറക്റ്റ് 2.5 കിലോ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് റവ 2.5 കിലോ, ഈത്തപ്പഴം 1 കിലോ, 1 കിലോ അധികം എങ്ങനെ നോക്കിയാലും 1.5 കിലോൻ്റെ ഉള്ളിലുണ്ടാവും. 1.5 കിലോ ഈത്തപ്പഴം, പിന്നെ 2.25 കിലോ പഞ്ചസാര, പിന്നെ ഒരു നമ്മൾ 100 ഗ്രാമിൽ ഇത് വാങ്ങി നെയ്യ്, 100 ഗ്രാം നെയ്യ് വാങ്ങി. അപ്പോൾ 100 ഗ്രാമിൽ പകുതി നമ്മൾ ഇതിൽ പാർന്നു. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എത്ര പൊട്ടിരിക്കും അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ പൈനാപ്പിളിൻ്റെ എസൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് മഞ്ഞ കേസരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ പെരുന്നാൾക്ക് ഓറഞ്ച് കേസരി ഉണ്ടാക്കാം. പെരുന്നാൾക്ക് നമുക്ക് ഓറഞ്ച് കേസരി ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേസരി റെസിപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോണതെന്ന് അറിയാമെങ്കിൽ എല്ലാവരും നാളത്തെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് വരുന്നത്. എല്ലാവർക്കും കാണുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചെയ്യണ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.